നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക്. ഇന്ന് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് പച്ചരിപ്പൊടി വറുത്തതെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു കപ്പ് തിളച്ച വെള്ളം എടുത്ത് നമുക്ക് പൊടി കുഴച്ചെടുക്കാം. വെള്ളം തേച്ച് കൊടുത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം. ചൂടായതുകൊണ്ട് സ്പൂൺ എടുത്തതാണ്. ഇനി കൈകൊണ്ട് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോളുകളാക്കി എടുക്കാം. ഞാൻ പിന്നെ ഇതേ ഷേപ്പിലാക്കി. ഇങ്ങനെയാകുമ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ലതാണ്. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഇതുപോലെ ഷേപ്പിലുണ്ടാക്കിയെടുക്കാം. എല്ലാം അതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുക്കാം. നമുക്ക് ആവശ്യം വരും. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഇഡ്ഡലിപ്പാത്രം വെച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇനി അര ബൗളിൽ തേങ്ങ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഇനി നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കാനാണ്. പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് ഉരുളി വെച്ച് അതിൽ ആ മാവ് കലക്കിയ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്ന് ഇനി നമ്മളെ കുഴക്കട്ട എന്ന് പറയാം, ഇട്ട് കൊടുക്കാം. ഇനി എടുത്തു വെച്ച ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പെട്ടെന്നാകുന്നതാണ്. ഇനി നല്ലപോലെ ഒന്ന് തിളച്ചാൽ മതി. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വാങ്ങി വെക്കാം. ഇനി കടുക് വറുക്കാനായി ഒരു ചട്ടി വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് കൂട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുത്ത് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. വറവ് റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മൾ കുഴക്കട്ടയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാനിങ്ങനെ ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ട്. രാവിലത്തെ ചായക്കായാലും വൈകുന്നേരത്തേക്കായാലും നല്ല സൂപ്പറായത്. കുറച്ച് കുറുകി വരും തണുത്ത് വരുമ്പോഴത്തേന്. ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഓരോന്നോരോന്ന് കോരി കഴിക്കാൻ വേണ്ടി. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ.